രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ. എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ. എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. ന്യായപ്രമാണത്തിന് അല്ല, കൃപയ്ക്കത്രേ നിങ്ങൾ അധീന്. ന്യായപ്രമാണത്തിന് അല്ല, കൃപയ്ക്കത്രേ നിങ്ങൾ അധീന്. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയോ ഇല്ല, ഒരു നാളുമില്ല. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയോ ഇല്ല, ഒരു നാളുമില്ല. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നതോ ഞാനല്ല. ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നതോ ഞാനല്ല. ജീവിക്കുന്നതോ ഇനി ക്രിസ്തുവിനു വേണ്ടി മാത്രമല്ല, എന്റെ യേശു മാത്രം. ജീവിക്കുന്നതോ ഇനി ക്രിസ്തുവിനു വേണ്ടി മാത്രമല്ല, എന്റെ യേശു മാത്രം. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ വന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിനെ കേൾക്കാനായി കഴിയും, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായി കഴിയും. എന്നാൽ ഈ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നത് ആത്മീയ അനുഭവത്തെ നമ്മുടെ ലൈഫിൽ മാറ്റുകയാണ്. നീ കേട്ട ശബ്ദത്തെ, അല്ലെങ്കിൽ നമ്മൾ കേട്ട ശബ്ദത്തെ വേഗത്തിൽ തന്നെ നടക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കഴിഞ്ഞ നാളുകളിലായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായൊരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. കർത്താവ് ചിലത് വേഗത്തിൽ ചെയ്തുകൊണ്ടാണ് ആയിരിക്കുന്നത്.
നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ആമേൻ. അവനോടൊപ്പം നമുക്കായിരിക്കാം, കർത്താവിൻ്റെ ശബ്ദത്തോടൊപ്പം നമുക്കായിരിക്കാം. നമുക്ക് ആ മെസ്സേജ് കേൾക്കാം. നിങ്ങളെ മണ്ടരെന്നും വിഡ്ഢിയെന്നും ലോകം വിളിച്ചെന്ന് വരാം, പക്ഷെ നിങ്ങൾ അസാധാരണമായ അനുഭവങ്ങളിലേക്ക് വരുമോ? നിങ്ങൾ അറിയേണ്ടതേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, ബൈബിൾ വായിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരുത്തം കുരുത്തം കെട്ടതുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പ്രശ്നക്കാരുണ്ടെങ്കിൽ, ദൈവം എന്നതാണ് അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ ചങ്കുറ്റത്തോടെ എഴുന്നേക്കണം. നിങ്ങളുടെ ചുറ്റുപാട് ഇന്നത് നടക്കാൻ പോകുന്നു പറയണം. തിരുവനന്തപുരത്ത് ഇന്നത് നടക്കാൻ പോകുന്നു പറയണം. ഞാൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ പറഞ്ഞൊരു ചിപ്പ് ഘടിപ്പിക്കുമെന്ന് പറഞ്ഞതാണ് ഈ ന്യൂ ഇയറിന്. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഏറ്റവും വലിയ ആലോചനയാണ്. ഈ ജനുവരി കഴിയണക്ക് മുമ്പ് യാഥാർത്ഥ്യമായത്. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, പാസ്പോർട്ടുകൾ ക്യാൻസൽ ആകും. അത് കർത്താവിന്റെ വരവിന്റെ തൊട്ടു മുമ്പിലുള്ള സൈനാണ്. പറയുമ്പോ തന്നെ ഒരു പേടി വരുന്നുണ്ട്. Something is coming closer. നമ്മൾ ഈ സമയത്തല്ലെങ്കിൽ എപ്പോഴാ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുന്നേ? എപ്പോഴാ വെളിപ്പാട് കാണുന്നേ? എപ്പോഴാ ദർശനം കാണുന്നേ? എപ്പോഴാ സ്വപ്നം കാണുന്നേ? Get ready. Receive. Hallelujah. The power of the Holy Spirit. Yes. സ്വപ്നങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് വെളിപ്പെടാൻ പോകുന്നു. ഞാൻ പറയുന്ന ദൂത് നിങ്ങൾ മറന്നു പോകരുത്. ദർശനങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങളൊരു പൈസയെ കുറിച്ചോ നിന്റെ വിടുതലിനെ കുറിച്ചോ കാണുന്നു തീരുന്നതിന് മുമ്പ് അത് വെളിപ്പെട്ടു വരാൻ പോകുന്നു. അതാണ് ഇനിയുള്ള സീസൺ. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാന് ചില ആളുകളോട് വെളിപ്പാട് പറയുമായിരുന്നു. വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ രോഗങ്ങൾ മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഇനി വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ കയ്യിൽ സമ്പത്തുണ്ടാകും. വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ വീട്ടിൽ ദൈവിക വഴികൾ തുറക്കും. എന്നെ ചോദിക്കുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചലിലുള്ള പ്രസാദ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ചർച്ചിലെ ലീഡർ വിളിച്ചു. ഇന്ന് അദ്ദേഹം അഞ്ജലി സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം വിളിച്ചതാ മറ്റൊന്നിനുമല്ല, തന്നെ കൊറോണയ്ക്ക് മുമ്പ് തനിക്കുണ്ടായിരുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇനി അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ അയച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഒരു വഴിയുമില്ല, വീടെല്ലാം വിറ്റ് വെക്കത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു, വീടൊന്നും വിൽക്കണ്ട, ആ വീട് വിൽക്കുന്നതിന് പകരം സമ്പത്ത് ഉണ്ടാകാൻ പോവാ. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ അതിനുള്ള വഴികൾ തുറക്കണം. കർത്താവിനോട് പറഞ്ഞു, വിതിൻ പ്രാർത്ഥിച്ച് തീർന്നേക്കാൾ മുമ്പ് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് എന്നെ കേൾപ്പിച്ച ശബ്ദത്തെ കുറിച്ച് മാറ്റിയാ പറഞ്ഞ്, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. ഞാൻ വിളിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒരാൾ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആള് 5-6 കൊല്ലമായിട്ട് വിളിക്കാത്ത ആള് ഫോൺ കട്ട് ചെയ്തിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ വിളിക്കുകയാണ്, പ്രസാദേ എനിക്ക് നിനക്ക് വീണ്ടും തരണമെന്ന് തോന്നുവോ? നാളെ മുതൽ തരാം. ഇത് ഞാൻ ചുമ്മാ പറയല്ല, ഇന്ന് അയാൾ സാക്ഷ്യം പറഞ്ഞു. ആ സെക്കൻഡിൽ പ്രസാദിനെ വിളിച്ചു, ബ്രദറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞേ ഉള്ളൂ, 6-7 വർഷമായിട്ട് അയാൾ വിളിക്കാത്ത, അയാൾ ഫോൺ വിളിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഇതൊരു സാധാരണ കാര്യമായിരിക്കും, ഇനി ഇത് സാധാരണ കാര്യമായിരിക്കും. നമ്മുടെ ചർച്ചിൽ കേൾക്കാൻ പോകുന്ന സാക്ഷ്യങ്ങൾ ഇത് സാധാരണമായിരിക്കും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഒന്ന് തുള്ളിച്ചാടി. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഒരിക്കൽ കൂടെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അടുത്തിരിക്കുന്നവരുടെ കൈ എടുത്തിട്ട് പറ, നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം, എന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം. ഒരിക്കൽ കൂടെ. എന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം, എന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം. എന്റെയും നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണമാകുകയാണ്. നീ കണ്ട ദർശനങ്ങൾ
വിരലിൽ എണ്ണാവുന്ന സെക്കൻഡുകൾക്ക് യാഥാർത്ഥ്യമാകും. നിന്റെ കടം തീരുന്നത് യാഥാർത്ഥ്യമാകും. നിനക്കൊരു കൊച്ചുണ്ടാകുന്നത് യാഥാർത്ഥ്യമാകും. വിവാഹം യാഥാർത്ഥ്യമാകും. നോക്ക, ഇവിടെ പത്രോസ് ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരു ദൂതൻ ചെന്നിറങ്ങി. ആ ദൂതൻ ചെന്ന് വിസിറ്റ് ചെയ്യുകയാ. ശ്രദ്ധിച്ചു കേട്ടോണോ ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കാൻ പോവാ കേട്ടോ. വർഷങ്ങളായി പ്രസംഗിക്കുന്നത് ഇത്രയും ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ പറ്റുന്ന കർത്താവിനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ടോ? കൊർന്നല്യോസ് ഒരു ദർശനം കാണുക. ആ ദർശനത്തിൽ കൊർന്നല്യോസിനെ വേദപുസ്തകം പറയുന്നത് ദൂതൻ വിളിച്ചു, കൊർന്നല്യോസേ എന്ന് വിളിച്ചു. സ്വപ്നങ്ങളിൽ, ദർശനങ്ങളിൽ നിന്റെ പേര് ദൈവം വിളിക്കാൻ പോകും. എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യ സോളിക്ക് ദൈവം കൊടുത്തൊരു അനുഭവം അവൾ എന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 മണിയാവുമ്പോൾ സോളി സോളി എന്ന് 3 പ്രാവശ്യം ആരോ ഒരാൾ വന്ന് വിളിക്കും. അവൾ എഴുന്നേറ്റിരിക്കും, അവളിരുന്ന് പ്രാർത്ഥിക്കും. അവൾക്ക് ആരെ വിളിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ആദ്യകാലങ്ങളിലെ. വിശ്വാസത്തിൽ വന്നപ്പോഴാ ബോധം വന്നേ. ആ തോന്നലല്ലായിരുന്നു, കർത്താവ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിരുന്നു. നിന്നെ സോളി സോളി എന്ന് വിളിച്ചതുപോലെ നിന്നെയും കർത്താവ് വിളിക്കുന്നത് കേൾക്കാൻ പോവാ. ഇന്ന് ചിലർ അനുഭവിക്കുമെന്നോ, ഈ പകൽ ചിലർ അനുഭവിക്കും, ഈ ആഴ്ചകളിൽ ചിലർ അനുഭവിക്കും. എന്നൊന്ന് ശ്രദ്ധിക്കാമോ? കൊർന്നല്യോസ് സ്വപ്നം കാണുകയാ. അതിനകത്ത് കൊർന്നല്യോസ് കർത്താവിന്റെ ശബ്ദം കേൾക്കുക, കൊർന്നല്യോസിന്റെ പേര് വിളിക്കുക. എന്നിട്ട് ദൈവം അവനൊരു അഡ്രസ് പറഞ്ഞു കൊടുക്കുകയാ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ, നീ അഡ്രസ്സുകൾ കേൾക്കാൻ പോവാ. ഇന്ന പേരിലെ, ഇന്ന അഡ്രസ്സിലെ, ഇന്ന ആളുടെ പേരിലെ ഇന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്യാൻ പോകുന്ന കേൾക്കാൻ പോവാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പേരറിയുന്നവനാ ദൈവം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എനിക്കൊരു എൻകൗണ്ടർ തന്നത്, ഇവിടെ വരുന്ന സകലരുടെയും പേര് അവൻ അറിയാം. എങ്കിൽ എനിക്കെന്തുകൊണ്ട് അറിഞ്ഞുകൂടാ പേര്? എനിക്കെന്തുകൊണ്ടാ പേര് മനസ്സിലായിക്കൂടാ? അവനറിയാമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങളുടെ ആമീനൊക്കെ പോയോ? അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ അതിന്റെ അർത്ഥം കർത്താവ് ആ മേഖലയിലേക്ക് ശുശ്രൂഷയെ കർത്താവ് കൊണ്ടുപോകുന്നു എന്നാണ്. ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറ. നിങ്ങളും ഞാനും ചിലരുടെ അഡ്രസ്സുകൾ കേൾക്കാൻ പോവാ, അവരുടെ പേരുകൾ കേൾക്കാൻ പോവാ. ആ മേഖലയിൽ ഒരു ശുശ്രൂഷ എഴുന്നേൽക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ദർശനങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് വെളിപ്പെട്ടു വരുന്നതാണ്. ദർശനങ്ങൾ കണ്ടുവരുന്നതിനേക്കാൾ തീരുന്നതിനേക്കാൾ മുമ്പ് അത് മാനിഫെസ്റ്റഡ് ആകും. ഈ സീസൺ അങ്ങനെയാണ്. ഞാൻ പണ്ടൊരു വെളിപ്പാട് പറയുവാണ്, ചിപ്പ് അങ്ങോട്ട് പിടിപ്പിക്കുന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വർഷം അവസാനം നടക്കത്തുള്ളായിരുന്നു. സീരിയസ്ലി. പക്ഷെ പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകുമോ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. Receive it, receive it, receive it. അടുത്തിരിക്കുന്നവരോട് ഒന്നും കൂടെ പറ, പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. കൊർന്നല്യോസിനോട് ചോദിക്കാൻ, കൊർന്നല്യോസ് നീ എന്ത് ചെയ്തു? 2 പട്ടാളക്കാരെ വിളിച്ചു, കൂടെ നിൽക്കുന്ന 2 പട്ടാളക്കാരെ വിളിച്ചു. പറ, കൂടെ നിൽക്കുന്ന 2 പട്ടാളക്കാരെ വിളിച്ചു. എന്നിട്ട് അഡ്രസ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കൂടെ ഒരു പ്രാർത്ഥിക്കുന്നവനെ കൂടെ വിട്ടു. നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് പറ, 2 പട്ടാളക്കാരും ഒരു പ്രാർത്ഥിക്കുന്നവനും. പറ, പുള്ളിക്കറിയാം പട്ടാളക്കാരെ വിവരമുള്ളവരാ, പക്ഷേ സ്ഥലത്ത് ചെല്ലാൻ എളുപ്പം പ്രാർത്ഥിക്കുന്നവനെ കൂടെ വിടുന്നതാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ. ഒന്നും കൂടെ പറയാം, 2 പട്ടാളക്കാരെ വിട്ടാ പോരെ. പക്ഷെ കൊർന്നല്യോസിന് അറിയാം, പട്ടാളക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇതുവരെ അഡ്രസ് വെളിപ്പെട്ടില്ല. പക്ഷെ കർത്താവ് വെളിപ്പെട്ടപ്പോഴാ അഡ്രസ് വെളിപ്പെട്ടെ. അതുകൊണ്ട് പട്ടാളക്കാരുടെ കൂടെ ഒരു പ്രാർത്ഥിക്കുന്നവനും കൂടെ പോട്ടെ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് എന്റെ ആശയം വല്ലതും മനസ്സിലാക്കുന്നു? വിജാതികളായ അറിവില്ലാത്ത ആളുകളുടെ നടുവിൽ പ്രാർത്ഥനക്കാരെ ഷെയിൻ ചെയ്യാൻ പോകുന്ന ഒരു സീസൺ വരുന്നു. വിജാതീയരായ ആള്, പ്രാർത്ഥിക്കുന്ന ആള് പറയും ഇന്ന വഴിയാണ്, ഇങ്ങോട്ടാണ്, അങ്ങോട്ടാണ് പറയുന്ന ഗൂഗിൾ മാപ്പിനേക്കാൾ നന്നായിട്ട് ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ തമാശ ഞാനൊന്ന് ആലോചിച്ച് നോക്കി.
ആളുകൾ പറയും വീട്ടിത്തരം പുലമ്പുന്നു, ആ വിവരക്കേട് പുലമ്പുന്നു, അത് നൺ ഓഫ് അവർ ബിസിനസ്, അത് അങ്ങനെ പറയുന്നവരവർ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അതിനപ്പുറത്തേക്ക് വരികയാ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, ദർശനങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ്, സ്വപ്നങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോ അത് യാഥാർത്ഥ്യമായി തീരുന്നു. കൈ അടിക്കേ ആമേൻ പറ. ഈ സ്പിരിച്വലി ഡൗൺ ആയി കിടക്കുന്ന സ്ഥലത്താണ് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഡ്രാഗ് ചെയ്യുന്നത്. എന്നാൽ സ്പിരിച്വലി നമ്മൾ വളരാൻ തുടങ്ങിയ സ്വപ്നങ്ങൾ കാണുന്നതിന്റെ ആ കണ്ടു തീരുന്നേക്കാൾ മുമ്പ് ആള് വന്ന് വിളിച്ചിരിക്കും. സ്വപ്നങ്ങൾ എന്ന് പറയുന്നതും ദർശനങ്ങൾ എന്ന് പറയുന്നതും ദൈവത്തിന്റെ സ്ഥിരമായിരിക്കുന്ന പദ്ധതിയെ ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ ചെയ്യണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മനസ്സിലാക്കി തരുന്നതാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. ഞാൻ റെസ്പോൺസിബിൾ ആണ്, ഞാൻ റെഡിയാണ് എങ്കിൽ അത് നിങ്ങളിലൂടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഓ, ഇന്ന് രാത്രി മുതൽ ചിലർ സ്വപ്നങ്ങൾ കാണട്ടെ. ആ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് രാത്രി മുതൽ ചിലർ സ്വപ്നങ്ങൾ കാണട്ടെ. ഇന്ന് രാത്രി മുതൽ ചിലർ ദർശനങ്ങൾ കാണട്ടെ. അസാധാരണമായ വിഷനുകൾ ഉണ്ടാകട്ടെ, അസാധാരണമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അസാധാരണമായ കൃപകൾ ഉണ്ടാകട്ടെ. സ്പിരിച്വലി ഡൗൺ ആയിരിക്കുന്നിടത്തു നിന്നും കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. ആയിരുന്ന അനുഭവങ്ങളിൽ മങ്ങിപ്പോയി, ആ അനുഭവങ്ങളിൽ ഇടിഞ്ഞുപോയി, മനസ്സുകൊണ്ട് പുറകോട്ട് പോയി ചിലരെ കർത്താവ് വേഗത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ്. ആരാണോ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആ വ്യക്തികളിൽ പല ആത്മീയാനുഭവങ്ങളെയും കർത്താവ് പകരുകയാണ്. പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൻ്റെ നിയന്ത്രണത്തിനനുസരിച്ച്, ആത്മാവിൻ്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം ഓരോ വ്യക്തികളും തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ, ഇവൻ്റെ ലൈഫിൽ കർത്താവ് നിയന്ത്രിക്കുന്ന അനുഭവം, ആത്മാവിൻ്റെ ശബ്ദത്തിനനുസരിച്ചുള്ള അനുഭവം ഉണ്ടാകട്ടെ. അപ്പോൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത ബ്ലെസ്സിങ്ങിലേക്ക് വരട്ടെ, ആത്മീയ അനുഭവത്തിലേക്ക് വരട്ടെ. താങ്ക് യു ജീസസ്. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഇദ്ദേഹത്തിന്റെ പേര് ജോൺ കുര്യൻ എന്നാണ്. ജോൺ കുര്യൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു ജോൺ. ഓക്കെ. ഇവർക്ക് 5 കൂട്ടം അത്ഭുതങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായതെന്നാണ്. 5 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ സഹോദരി റിയ മോൾ അബുദാബിയിൽ ജോലിയാണ്. ആ സിസ്റ്റർ നവംബർ 7-ാം തീയതി ഡെലിവറി കഴിഞ്ഞ് സിസ്റ്ററിന് ശക്തമായ പനിയും മറ്റ് അസുഖങ്ങളും ഉള്ളതുകൊണ്ട് കുട്ടിയെ അമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നില്ല. എന്നാൽ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് ഉച്ച കഴിഞ്ഞ് കുഞ്ഞും അമ്മയും തമ്മിൽ കാണാനിടയാവുകയും ചെയ്യുന്ന. രണ്ടാമത്തെ സാക്ഷ്യം എന്നുള്ളത്, അദ്ദേഹത്തിന്റെ സഹോദരി കഴുത്തിൽ 4 മുഴയോളം നല്ല വലിപ്പത്തിൽ ഉണ്ടായിരുന്നു. പെങ്ങൾക്ക് കഴുത്തിൽ 4 മുഴയുണ്ടായിരുന്നു. വിളിച്ച് പ്രാർത്ഥിച്ചു. ഓക്കെ. അത് മാറിപ്പോയി. ഓപ്പറേഷൻ കൂടെ പോയി. ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. ഓക്കെ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചു, എടുക്കാൻ വേണ്ടി കീറാൻ നോക്കിയപ്പോൾ കാണാനില്ല. അടുത്തിരിക്കുന്നവരോട് പറയാം, ദൈവത്തിന് അങ്ങനെയും ചെയ്യാന്ന് പറഞ്ഞു. പറ. ബാബുകുട്ടി ബ്രദറിന്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. മോളുടെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അവൾക്ക് നട്ടെല്ലിന് വളവായിരുന്നു. ജർമ്മനിയിൽ നിന്ന് എല്ല് വരുത്തി. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നട്ടെല്ല് തുറന്നപ്പോഴാണ് മനസ്സിലായി അങ്ങനെ എല്ലിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ലേ മൈക്കൽ എന്ന് പറഞ്ഞു? അങ്ങനെയല്ലേ? അതേ ബ്രദറെ, അതിനകത്ത് 45 ഡിഗ്രി സി പോലെ ഇരുന്ന നട്ടലാണ്. ഓക്കെ. അതിന് 24 ഇംപ്ലാന്റുകൾ വേണം. 24 എല്ലുകൾ വേണം. അതാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അത് തന്നെ. ഓക്കെ. അത് 9 മണിക്കൂർ നീണ്ട ഒരു ഓപ്പൺ സർജറിയാണ്. ഓക്കെ. സർജറി ചെയ്യുന്നതിന് മുമ്പായി അദ്ദേഹം ഒരിക്കൽ എന്നെ ഡോക്ടർ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ അത് നിവർന്നിരിക്കുന്നതായിട്ടാണ് കണ്ടത്.
ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെലിവറൻസ് ക്യാമ്പിനാണ്, എവിടെയാണ് വന്ന്, കോട്ടയത്താണ്, എവിടെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ് തൃശ്ശൂർ. നിങ്ങൾ ആരെങ്കിലും തൃശ്ശൂർ മീറ്റിംഗ് കണ്ടായിരുന്നു? തൃശ്ശൂർ മീറ്റിംഗിൽ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. ജന്മനാൽ അവൻ്റെ അപ്പനും നട്ടൽ വളവാ, അവൻ്റെ മോനും വളവാ. എന്നാൽ മീറ്റിങ്ങിന്റെ ഇടയിൽ അവൻ വിളിച്ചു, അവനെ തൊട്ടു, യേശു തൊട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു കുഴിയുണ്ട് അവൻ്റെ നടുവില്. സീരിയസ്ലി ആ വളഞ്ഞിരുന്ന, ജന്മനാൽ വളഞ്ഞിരുന്ന അവൻ്റെ അസ്ഥി നിവർന്നു. അവൻ്റെ വീട്ടിലെ കട്ടളപ്പടി അവന് ഈ ചെയ്യണേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ സൗഖ്യം കിട്ടുന്നേക്കാൾ മുമ്പ് അവന് കുനിഞ്ഞ് നേരെ കയറിയാൽ മതി, തട്ടത്തില്ല. പക്ഷെ നിവർന്നതിന് ശേഷം ഇപ്പൊ കട്ടളപ്പടി തട്ടുക, കാരണം നിവർന്നു പോയത്. അൺബിലീവബിൾ ആയ കാര്യങ്ങൾ നമ്മുടെ ദൈവത്തിന് ചെയ്യാനായി പറ്റും. ഇന്നും നമ്മുടെ ദൈവം ജീവിക്കുന്നു. അൺബിലീവബിൾ ആയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്ന് പകൽ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾക്കായി ഞാൻ സ്തുതിക്കുന്നു. അൺബിലീവബിൾ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യും. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചോ, ആമേൻ പറഞ്ഞോ. ബ്രദറെ, ഇവരുടെ സഹോദരിയുടെ കഴുത്തിൽ ഡോക്ടറെ കാണാൻ പോയപ്പോൾ 4 നല്ല തടിപ്പുള്ള മുഴകളുണ്ടായിരുന്നു. അത് കാണാനില്ല, അത് നമ്മൾ കേട്ടു. അതിന്റെ കൂട്ടത്തിൽ നമ്മളിവിടെ പലരും മുഴ മാറിയതും കണ്ടു അല്ലേ? ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, ആമേൻ. അതോടൊപ്പം തന്നെ സിസ്റ്റർ സിന്ധുവിൻ്റെ കാലിന് രണ്ടിനും നല്ല വേദനയും നല്ല തേയ്മാനം ഉണ്ടായിരുന്നായിരുന്നു പറഞ്ഞത്. എന്തുവാ പ്രയാസം സിസ്റ്റർ തന്നെ പറഞ്ഞേ? കാലിൻ്റെ മുട്ടിന് രണ്ടിനും തേയ്മാനവും നല്ല വേദനയുണ്ടായിരുന്നു. രാത്രി ഒന്ന് നടക്കാനും മുട്ടുമടക്കാനും ഒന്നും പാടില്ലായിരുന്നു. നടക്കാൻ പ്രയാസമായിരുന്നു, മുട്ടുമടക്കാൻ പ്രയാസമായിരുന്നു. അപ്പം കഴിഞ്ഞ മാസത്തെ ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോൾ ബ്രദർ അത് പ്രാർത്ഥിച്ചു, അത് ഭേദമായി. പക്ഷെ വേരിക്കോസ് വെയിൻ ഉണ്ടായിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല. പറയാതെ കഴിഞ്ഞ ദിവസം നവംബർ 3-ാം തീയതി നമ്മുടെ ഹാർവസ്റ്റിലെ പ്രോഗ്രാം ഞാൻ കണ്ടപ്പോൾ സോളി സിസ്റ്റർ പറഞ്ഞു, കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് വെയിൻ സംബന്ധമായിട്ട് ഒരു രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരാളെ ഇന്ന് കർത്താവ് തൊടുക, അതിന്ന് സൗഖ്യമാവുമെന്ന് പറഞ്ഞു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ എൻ്റെ വേരിക്കോസ് വെയിൻ ചുരുങ്ങിയും വേദനയും മാറി സുഖമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. ഈ വേരിക്കോസുള്ള സിസ്റ്ററിന് ഉറങ്ങാൻ പ്രയാസമായിരുന്നോ? രാത്രി മൊത്തം അതിന് കട്ടുകഴുപ്പും വേദനയായിരുന്നു. ഈ കാലിന് മുട്ടിന്റെ തേയ്മാനം മാറി, പക്ഷെ ആ സമയത്ത് വേരിക്കോസ് മാറിയില്ല. പക്ഷെ ഇപ്പോൾ വേരിക്കോസും പൂർണ്ണമായിട്ട് മാറി, കർത്താവ് വിടുതൽ തന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, ആമേൻ. അതോടൊപ്പം തന്നെ മറ്റൊരു സാക്ഷ്യമുള്ളത്, ഇവരുടെ മൂത്ത മകൾ ജെസിമോൾ നേഴ്സിംഗിന് ഉന്നത വിജയം നേടി എന്നാണ് സാക്ഷ്യം. ആമേൻ, ആമേൻ. സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമായിട്ട് നിങ്ങൾക്ക് കൊടുത്ത ഈ മുട്ടിന്റെ തേയ്മാനം ഉണ്ടായി തുടങ്ങിയിട്ട് എത്ര നാളായി? 3-4 വർഷമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം മുട്ട് മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓ, കുഞ്ഞു കാര്യമാണ് മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിരുന്ന കാര്യമോ? കൊച്ചു കാര്യമോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആ കാര്യമാണ് മാറിപ്പോയത്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നമുക്ക് നന്ദി പറയാം. യേശു ചെയ്ത നന്മകൾക്ക് നന്ദി. ബ്രദറെ കാലിങ്ങനെ തൊട്ടിട്ട് മാറട്ടെ എന്ന് മാറുവാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് മാറിയത്. കഴിഞ്ഞ മാസം മീറ്റിങ്ങിന് എനിക്ക് തോന്നുമായിരുന്നു, നമ്മുടെ ഈ കൊറോണ സമയത്തെ ആളുകൾ എന്നോട് പറയുമായിരുന്നു, കൊറോണ സമയത്ത് മീറ്റിംഗ് ഇല്ലാത്ത കാരണം എത്ര ആളുകൾ രോഗികളായെന്നറിയാമോ? മീറ്റിംഗ് എന്ന് പറയുന്നൊരു വലിയ അനുഗ്രഹമാണ്. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. ആരാണോ ഈ അനുഭവങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്നത്, അവരിൽ ചിലത് കർത്താവ് പകരുകയാണ്. ചില അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ കർത്താവ് പകരുകയാണ്. കർത്താവ് ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും എൻ്റെ ദൈവത്തിൻ്റെ നിറവുണ്ടാകണമപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ, ദൈവത്തിൻ്റെ നിറവുണ്ടാക്കണമപ്പാ. തൻ്റെ ലൈഫിനോട് ഇടപെടുന്ന ദൈവശബ്ദം കേൾക്കട്ടെ, തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവശബ്ദം കേൾക്കട്ടെ അപ്പാ. കർത്താവെ, സ്വസ്ഥത നശിച്ചു എന്ന് പറയുന്നിടത്ത് കർത്താവിൻ്റെ ചില എഴുന്നേൽപ്പുകൾ അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഒരു നാമ്പ് മുളച്ചു വരുന്നത് പോലെ, കർത്താവെ, അത് പൊങ്ങി വരുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ചില ആത്മീയ അനുഭവങ്ങൾ, ഭൗതിക നന്മകൾ, കർത്താവെ, അത് ഉയർന്നു വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ.
കർത്താവേ. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജോലിയോട് ബന്ധപ്പെട്ട് ഭാരത്തോടായിരിക്കുന്ന ഒരു വ്യക്തി പലയിടത്തും ട്രൈ ചെയ്തു, എന്നാൽ താൻ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നും ഒരുങ്ങി വന്നില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുകയാണ്, റെഡിയായിക്കൊള്ളുക, ആ വഴികൾ നിന് മുമ്പിൽ തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വേഗത്തിൽ ആ കാര്യത്തിന്മേൽ കർത്താവ് ചിലത് ചെയ്യുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ എനിക്കൊരു സിസ്റ്ററിനെ കാണാം. പെട്ടെന്ന് തലകറക്കം പോലെ ഒരു അസ്വസ്ഥയുണ്ടാകും, താഴെ വീഴും. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ കൃപ ചലിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം ആ വ്യക്തിയുടെ മേൽ കർത്താവ് പകരുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുന്ന് ചെയ്തിരിക്കാൻ നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. അതേപോലെ തന്നെ ആണി കൊണ്ടതിനെ തുടർന്ന് മുട്ടിന് താഴെ, കാലിൻ്റെ മുട്ടിന് താഴെ ആണി കൊണ്ടതിനെ തുടർന്ന് കാല് നീര് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സൗഖ്യം ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സൗഖ്യം ചലിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാമ്പത്തികമായി ഞെരുക്കമായിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, കർത്താവെ ഇന്ന് രാത്രി കാലം അവിടുത്തെ കൃപ ചലിക്കണം അപ്പാ. സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.